കേരള ജോഗ്രഫിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ജലവൈദ്യുതി. അതായത് 69%. കേരളത്തിലെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 69% വൈദ്യുതി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ജലവൈദ്യുതിയിൽ നിന്ന് തന്നെയാണ്. ഇതിനാണ് ജലവൈദ്യുതി. എത്ര ശതമാനമാണ്? 69%. 69% എവിടെ നിന്നാണ്? ജലവൈദ്യുതിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് തന്നെയാണ്? പള്ളിവാസൽ തന്നെയാണ്. പള്ളിവാസൽ എന്നാ ആരംഭിച്ചത്? 1940 പള്ളിവാസൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. 1940 പള്ളിവാസൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ, ഏത് നദിയുടെ ജലം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുതിരമ്പുഴ. എവിടെ നിന്നാണ്? മുതിരമ്പുഴയാറ്റിലെ വെള്ളമാണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത് ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നമ്മൾ പറഞ്ഞു, പെരിയാറിന്റെ കേസ് പറഞ്ഞു, പെരിയാർ വന്യജീവി സങ്കേതം സെയിം തന്നെയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതേതാ? സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി നടത്തുന്ന കമ്പനി ഏതാണ്? കണ്ണൻ ദേവനാണ്. പള്ളിവാസലിലാണ്. ഇതുമായിട്ട് ബന്ധമില്ല, ഈ പള്ളിവാസൽ പദ്ധതിയുമായിട്ട് ബന്ധമില്ല. അതല്ലാതെ തന്നെ പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. 1906 ഇവർ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 1906 ഇവർ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ആദ്യത്തെ പള്ളിവാസലാണ്, അത് കഴിഞ്ഞു. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ചെങ്കുളം. ചെങ്കുളം എന്നൊക്കെയാണ് ശരിക്കും പറയുന്നത്. ചെങ്കുളം 1954 ഇത് നിലവിൽ വരുന്നത്. ഏത് വർഷം നിലവിൽ വരുന്നത്? 1954 നിലവിൽ വരുന്നത്. ഇവിടെ ഓർക്കേണ്ടത് മുതിരമ്പുഴ, പള്ളിവാസൽ, പള്ളിവാസൽ. മുതിരമ്പുഴയിൽ നിന്നും പള്ളിവാസൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ആ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ജലം വൈദ്യുതി നിർമ്മിച്ചതിന് ശേഷം ആ ജലം പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആ പുറത്തേക്ക് വരുന്ന ജലം ഉപയോഗിച്ചുകൊണ്ടും മുതിരമ്പുഴയാറ്റിലെ ജലം ഉപയോഗിച്ചുകൊണ്ടും, അപ്പൊ ഏതൊക്കെയാ? മുതിരമ്പുഴയാറ്റിലെ ജലവും പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് പുറന്തള്ളുന്ന ജലവും ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നതിന് ഉത്തരം വരുന്നത് ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്തത് രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പാ നദിയിലാണ്. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. എവിടെയാണ്? മണിയാർ ഏത് ജില്ലയിലാ? പത്തനംതിട്ട. ഏത് ജില്ലയിലാ? പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കുത്തുങ്കൽ, രാജാക്കാട്, ഇടുക്കി. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ മറ്റൊരു പദ്ധതിയാണ് ഉള്ളുങ്കൽ. ഏതാണ്? ഉള്ളുങ്കൽ. സ്വകാര്യ മേഖലയിലെ മറ്റൊരു പദ്ധതിയാണ് ഉള്ളുങ്കൽ. അത് ചെറിയൊരു പദ്ധതിയാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിലെ പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദ്യം കണ്ടാൽ ഏതാണ്? മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കൽ. ഏതൊക്കെയാണ്? മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കൽ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത് തന്നെയാണ്? ഇടുക്കി ജില്ല. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറ്. എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നഗരം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സമ്പൂർണ്ണമായി എന്ന് വെച്ചാൽ മൊത്തത്തിലല്ല, അതിന് ചെറിയൊരു കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ നഗരം, കേരളത്തിലെ ആദ്യ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ഉത്തരം പറയണം? തിരുവനന്തപുരം. 1929. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണെങ്കിലോ? ഇന്ത്യയിലെ ആദ്യ നഗരം ബാംഗ്ലൂർ. ഏതാണ്? ബാംഗ്ലൂർ. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ആദ്യ ജില്ല ഏതാ? പാലക്കാട്. തിരുവനന്തപുരം ജില്ലയല്ല, ഇടുക്കി ജില്ലയല്ല, പകരം ഏത് ജില്ല തന്നെയാണ്?
പാലക്കാട് ജില്ലയാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാ? കേരളമാണോ? കേരളമല്ല, ഹരിയാന. ഏതാണ്? ഹരിയാന. അപ്പോൾ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യത്തെ നഗരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത് തന്നെയാണ്? പാലക്കാട് ജില്ല. എല്ലാ വീടുകളിലും നോക്കണം, എല്ലാ വീടുകളിലും വൈദ്യുതി ഏർപ്പെടുത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും വൈദ്യുതി ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരമേതാ? കണ്ണാടി. കണ്ണാടി. ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ട് നമ്മളൊരു നദിയുടെ പേര് പറഞ്ഞു. ഏത്? കണ്ണാടിപ്പുഴ. അതുപോലെ തന്നെ അതേ സ്ഥലം തന്നെ ഏത്? പാലക്കാട് ജില്ലയിൽ കണ്ണാടിയാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഏത്? മാങ്കുളം, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അവർക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അവർ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് മാങ്കുളം. അടുത്തത്, വൈദ്യുതി വിതരണം നടത്താൻ, സ്വന്തമായി വൈദ്യുതി വിതരണം നടത്താൻ അധികാരമുള്ള മുനിസിപ്പാലിറ്റി ഏത് മുനിസിപ്പാലിറ്റിയാണ്? കേരളത്തിൽ കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ. അതുപോലെ തന്നെ കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്താൻ അധികാരമുള്ള മുനിസിപ്പാലിറ്റി ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്താൻ അധികാരമുള്ള മുനിസിപ്പാലിറ്റി തൃശ്ശൂർ. അടുത്തത്, ഒരു ജില്ലാ പഞ്ചായത്ത്. അടുത്തത്, ഒരു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജലവൈദ്യുത പദ്ധതി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. മീൻവല്ലം ഏത് ജില്ലയാ? പാലക്കാട് ജില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. അതിനു മുമ്പ് നമ്മുടെ 2019 റിപ്പോർട്ട് പ്രകാരം KCBയുടെ കീഴിൽ 31 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, 31 ജലവൈദ്യുത പദ്ധതികൾ, 2 ഡീസൽ പ്ലാന്റ്. എത്രയാണ്? 2 ഡീസൽ പ്ലാന്റ്, ഒരു കാറ്റാടിപ്പാടം, വിൻഡ് ഫാം, ഒരു വിൻഡ് ഫാം, 7 സോളാർ പ്ലാന്റ്, 7 സോളാർ പ്ലാന്റുകളാണ് ഉള്ളത്. ഇനി പ്രധാന ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ. ഫസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പള്ളിവാസൽ. ഏതാണ്? പള്ളിവാസൽ. ഏത് വർഷമാ? 1940 മാർച്ച് 19. ഇടുക്കി ജില്ല പെരിയാർ നദി. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴ. ഏതാണ്? മുതിരമ്പുഴ. പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരമ്പുഴ. അടുത്തത് സെങ്കുളം. മലയാളികൾ പറയുമ്പോൾ എന്ത് പറയും? ചെങ്കുളം. അപ്പോൾ സെങ്കുളം രണ്ടാമത്തെ പദ്ധതി 1954 മെയ് 1. വർഷം ഇങ്ങനെ കാണാപ്പാടം പഠിക്കുക. 1954 ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതും പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഏതൊക്കെ നദി എന്നാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? മുതിരമ്പുഴയാറുണ്ട്, പ്ലസ് പള്ളിവാസലിൽ നിന്ന് പുറത്തു വിടുന്ന ജലവുമുണ്ട്. നേര്യമംഗലം. അടുത്തേതാണ്? നേര്യമംഗലം 1961 ജനുവരി 27 നിലവിൽ വന്നു. വർഷം എത്രയാ? 1961. ഇടുക്കി ജില്ല. നേര്യമംഗലം എവിടെയാണ്? നേര്യമംഗലം പദ്ധതി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെങ്കിലും നേര്യമംഗലം പദ്ധതി, അതിൻ്റെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ്. അപ്പോൾ മാറിപ്പോലെ നേര്യമംഗലം പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ്. ഇതും ഏത് നദിയുടെ ജലമാണ്? പെരിയാർ നദി. അതായത് പെരിയാർ നദി കൊണ്ട് കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള ജലവുമുണ്ട്. എല്ലാം ഇതിന്റെ പോഷക നദിയാണ്, പെരിയാറിന്റെ പോഷക നദിയാണ്. അപ്പോൾ ഏത് ഡാമിൽ നിന്നുള്ള ജലവാ? കല്ലാർകുട്ടി ഡാം. അടുത്തത് പന്നിയാർ. 1963 ഡിസംബർ 29. വർഷം പഠിക്കുക. 1963. പന്നിയാർ 1963 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടി ഡാമിൽ നിന്നുള്ള ജലവും സെങ്കുളം, അതായത് പള്ളിവാസലിൽ നിന്ന് ജലം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പുറത്തു വരുന്ന ജലം എവിടെ ഉപയോഗിച്ചു? ചെങ്കുളത്ത് ഉപയോഗിച്ചു. അവിടെ നിന്ന് പുറത്തു വരുന്ന ജലവും പ്ലസ് പൊന്മുടി ഡാം. പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൊന്മുടി എവിടെയാണെന്ന് ചോദിച്ചാൽ, പൊന്മുടി ഹിൽ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ല. അപ്പോൾ പൊന്മുടി ഡാമിൽ നിന്നുള്ള ജലവും സെങ്കുളം
പവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്ന ജലവും ഉപയോഗിച്ചാണ് ഏത് ഉൽപ്പാദിപ്പിക്കുന്നത്? പന്നിയാറിലെ പദ്ധതി നിലനിൽക്കുന്നത്. അടുത്തത് പെരിങ്ങൽകുത്ത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെരിങ്ങൽകുത്ത് ഏത് നദിയിലാണ്? ചാലക്കുടി നദിയിലാണ്. 1957 മാർച്ച് 6 നിലവിൽ വന്നു. ഏത് വർഷമാണ്? 1957 മാർച്ച് 6. ഏത് ജില്ലയാ? തൃശ്ശൂർ. ഏത് ജില്ലയാ? തൃശ്ശൂർ. നദി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ചാലക്കുടി. അടുത്തത് ശബരിഗിരി. അടുത്തേതാ? ശബരിഗിരി 1966 ഏപ്രിൽ 18. 1966 ഏപ്രിൽ 18 നിലവിൽ വന്നു. പത്തനംതിട്ടയിലാണ്, പമ്പാ നദിയിലാണ്. നമ്മൾ പഠിച്ചതാണ്. പത്തനംതിട്ടയില് പമ്പാ നദിയില് ഏത് പദ്ധതി? ശബരിഗിരി പദ്ധതി. അടുത്തത് ഷോളയാർ. ഷോളയാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നദി പഠിച്ചപ്പോൾ, ഇല്ലേ? ഷോളയാർ 1966 മെയ് 9. 1966 മെയ് 9 തൃശ്ശൂർ ജില്ലയിൽ. ഏത് ജില്ലയില? തൃശ്ശൂർ ജില്ലയിൽ. അത് ഷോളയാർ നദിയായ ചാലക്കുടി നദിയുടെ പോഷക നദിയായ ഷോളയാർ നദിയിലാണ്. ഷോളയാർ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ചാലക്കുടി നദിയാണ്. അടുത്തത് കുറ്റ്യാടി. ഏതാണ്? കുറ്റ്യാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണേത്? കുറ്റ്യാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണേത്? കുറ്റ്യാടി. 1972 ഓഗസ്റ്റ് 11 നിലവിൽ വന്നു. മലബാറിലെ ആദ്യ പദ്ധതി 1972 ഓഗസ്റ്റ് 11 നിലവിൽ വന്നു. കോഴിക്കോട് ജില്ല. കുറ്റ്യാടി നദി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറ്റ്യാടി നദീനെ പറ്റി റെഫർ ചെയ്ത് നോക്കണം. കുറ്റ്യാടി നദിയില് കോഴിക്കോട് ജില്ലയില് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കറക്റ്റ് എവിടെയാണ്? വടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. 1976 ഫെബ്രുവരി 12. വെരി ഇമ്പോർട്ടൻറ്റ്. ഇടുക്കി തന്നെ ഏത് നദിയിലെ ജലവാ? പെരിയാർ. 3 ശരിക്കും പറഞ്ഞാൽ 3 ഡാമുകളാണ് ഇതിനു വേണ്ടി പണിതിരിക്കുന്നത്. ഏതൊക്കെയാണ്? കുളമാവ്, ചെറുതോണി, ഇടുക്കി ആർച്ച് ഡാം. ഈ 3 ഡാമുകളിലാണ് ഇതിനുള്ള ജലം സംഭരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്ന് പൈപ്പ് ലൈൻ വഴി മൂലമറ്റത്താണ് ഇതിൻ്റെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇടുക്കി പദ്ധതിയുടെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം. നാടുകാണി മലയുടെ താഴെയാണ് മൂലമറ്റം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. പദ്ധതിയാണ്. ആ ജലം കെട്ടിയിരിക്കുന്നത് റിസർവോയർ ആണ് ഇവിടെ ഇടുക്കിയിലുള്ളത്. അടുത്തത് ഇടമലയാർ. 1987 ഫെബ്രുവരി 3. എറണാകുളം ജില്ല. ഇടമലയാർ ഇതൊക്കെ ഇതിൻ്റെ പോഷക നദിയാണ്, പെരിയാറിൻ്റെ. അടുത്തത് കല്ലട. കൊല്ലം ജില്ലയിലാണ്. അറിയാലോ, കൊല്ലം ജില്ലയിൽ കല്ലട നദിയിൽ 1994 ജനുവരി 5. 1994 ജനുവരി 5 ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. അടുത്തത് കക്കാട്. 1999 ഏപ്രിൽ 10 പത്തനംതിട്ട മുഴിയാർ പമ്പ എന്നീ നദികളിലെ ജലമാണ്. അപ്പോൾ കക്കാട് 1999 പത്തനംതിട്ട. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2, ഉറുമി 1, ഉറുമി 2, ഉറുമി 1, ഉറുമി 2 എന്നീ പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചോദിച്ചിട്ടുണ്ട്. രാജ്യം ഏതാണ്? ചൈന. അതുപോലെ തന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? കാനഡയാണ്. ഏത് രാജ്യമാണ്? കാനഡയാണ്. അതുപോലെ പഴശ്ശി സാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.